Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫോം ഫാക്ടറിനെ പറ്റി പഠിച്ചു. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റിൻ്റെ ഫോം ഫാക്ടർ, അതുപോലെ തന്നെ മദർ ബോർഡിൻ്റെ ഫോം ഫാക്ടർ, ഈ ഫോം ഫാക്ടർ എന്താണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ എടുക്കേണ്ട ചില സെക്യൂരിറ്റി പ്രിക്കോഷൻസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിനെ പറ്റിയുള്ള വീഡിയോ ലിങ്ക് ഞാനിവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവർ അത് കാണുക. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കാരണം ഇതിൻ്റെ റേറ്റൊക്കെ കുറഞ്ഞു വന്നു, എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യുന്ന രീതിയിലായി. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുമ്പോൾ അത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സർവീസിന് പോകുമ്പോൾ ആ സർവീസ് ചെയ്യുന്ന ആ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് PC ക്യാബിനറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടർ തുറക്കുന്നതിന് മുമ്പ് fully shut down and unplug the computer before make any attempts to disassemble the computer tower. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ തുറക്കാൻ പോകുന്നതിന് മുൻപായിട്ട് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലഗിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നത് ടേക്ക് ഓഫ് എനി മെറ്റൽ ഒബ്ജക്റ്റ് ഓൺ യുവർ ആംസ് ഓർ ഫിംഗർ സച്ച് ആസ് ബ്രേസ്ലെറ്റ്, റിങ്, വാച്ചസ്. ഓക്കെ, ഈവൻ ഇഫ് ദ യൂണിറ്റ് ഈസ് അൺപ്ലഗ്ഡ് ദർ മേ ബി സ്റ്റിൽ സം റിമൈനിങ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെങ്കിലും അത് അഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നമ്മൾ റിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്, വാച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് വെച്ചിട്ട് വേണം കമ്പ്യൂട്ടർ നമ്മൾ തുറക്കാൻ. ഓക്കെ, ഇതൊന്നും ആരും സാധാരണ ചെയ്യാറില്ല, എങ്കിലും അതിൻ്റെ പ്രിക്കോഷൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഓക്കെ, കാരണം ഈ സ്റ്റാറ്റിക് വോൾട്ടേജ് ഒക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിനെയും എഫക്റ്റ് ചെയ്യും. ചില കേസിൽ നമുക്കും ഇലക്ട്രിക്കൽ ഷോക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ, അതായത് വേണ്ട പ്രിക്കോഷൻസ് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്ത് കേബിൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മോതിരം, വാച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, മേക്ക് ഷുവർ യുവർ ഹാൻഡ്സ് ആർ കംപ്ലീറ്റ്ലി ഡ്രൈ ടു അവോയ്ഡ് ഡാമേജിങ് എനി കമ്പോണൻസ്. നമ്മുടെ നനഞ്ഞ കൈ അല്ലെങ്കിൽ ഈർപ്പമുള്ള കൈ വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റ് അഴിക്കാൻ പാടില്ല. കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള കമ്പോണൻസിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഈർപ്പമുള്ള കൈ ഉപയോഗിച്ചിട്ട്, നനഞ്ഞ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ടച്ച് ചെയ്യാൻ പാടില്ല. കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസുകളൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബിഫോർ ടച്ചിങ് എനി പാർട്ട് വിത്തിൻ ദ ടവർ പുട്ട് യുവർ ഹാൻഡ്സ് അഗെയിൻസ്റ്റ് എനി മെറ്റൽ സർഫേസ് such as computer casing to remove static charge which may damage a sensitive device. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്ടിൽ നമ്മൾ തൊട്ടിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഇലക്ട്രിക് ചാർജ് വരും, സ്റ്റാറ്റിക് ഇലക്ട്രിക്. ഓക്കെ, ആ സ്റ്റാറ്റിക് വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ ജനലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽ പാർട്ടിൽ ടച്ച് ചെയ്യുക. ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള ചാർജ് അത് ഗ്രൗണ്ടായി പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റിൻ്റെ മുകളിൽ തൊടുക. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ മദർ ബോർഡിനകത്ത് തൊടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലുള്ള വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മെറ്റൽ പാർട്ടിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ശരീരം വോൾട്ടേജ് ഇല്ല എന്നുള്ള രീതിയിലാക്കി മാറ്റുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ആ ഒരു സ്പാർക്ക് മാത്രം മതി ഒരു മദർ ബോർഡ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഡാമേജ് ആവാൻ. ഓക്കെ, പിന്നീട് ആ മദർ ബോർഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നമ്മൾ കാശ് ചിലവാക്കേണ്ടി വരും.
പ്രിപ്പയർ എ പ്ലേസ് ടു കീപ്പ് എനി സ്ക്രൂസ് യു മേ റിമൂവ്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ മിക്കവാറും ചിലരൊക്കെ എന്താണ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും സ്ക്രൂ കാണില്ല, കാരണം സ്ക്രൂ മിസ്പ്ലേസ് ആവും. ഓക്കെ, ഏത് സ്ക്രൂ എവിടെ നിന്നാണ് റിമൂവ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, ഡെസ്ക്ടോപ്പിനകത്തൊക്കെ ആകെ 2-3 ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത്. പക്ഷേ നിങ്ങളൊരു ലാപ്ടോപ്പ് ടെക്നീഷ്യനായിട്ടാണ് മാറുന്നത്, നിങ്ങളൊരു ലാപ്ടോപ്പാണ് നിങ്ങൾ അഴിക്കാൻ പോകുന്നതെങ്കിൽ അതിനകത്ത് പല സൈസ്, പല ലെങ്ത്ത്, അതേപോലെ തന്നെ പല തിക്നെസ് ഉള്ള സ്ക്രൂസ് വരും. ഓക്കെ, അപ്പോൾ ആ സ്ക്രൂസ് നിങ്ങൾ വളരെ കെയർഫുള്ളി നിങ്ങൾ കീപ്പ് ചെയ്യണം, മിസ്പ്ലേസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ റിട്ടേൺ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തിക്നെസ് അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലുള്ള സ്ക്രൂ വേണ്ട സ്ഥലത്ത് ലെങ്ത്ത് കുറഞ്ഞ സ്ക്രൂ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലെങ്ത്ത് കുറഞ്ഞ സ്ക്രൂ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ലെങ്ത്ത് കൂടുതലുള്ള സ്ക്രൂ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഒരു പ്ലേസ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക, ഏതൊക്കെ സ്ക്രൂ എവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് സ്ക്രൂസ് സോർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രിപ്പയർ എ പ്ലേസ് ടു കീപ്പ് എനി സ്ക്രൂസ് ദാറ്റ് യു മേ റിമൂവ്. ഹാൻഡിൽ ഓൾ പാർട്ട് വിത്ത് കെയർ. പ്ലേസ് ഈച്ച് പീസ് യു റിമൂവ് കെയർഫുള്ളി ഡൗൺ ഓൺ ടു എ സ്റ്റേബിൾ സർഫസ്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിനകത്തുനിന്ന് റിമൂവ് ചെയ്യുന്ന പാർട്സുകൾ കറക്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. തൽക്കാലം ചിലർ ഈ കമ്പ്യൂട്ടറിനകത്തുനിന്ന് റിമൂവ് ചെയ്യുന്ന സംഭവം കമ്പ്യൂട്ടറിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ വെച്ച് വീണ്ടും പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ചിലപ്പോൾ ഒന്ന് ചെരിച്ച് എന്തെങ്കിലും അകത്തോട്ട് നോക്കുകയോ ചെയ്യുമ്പോൾ അതിന് മുകളിൽ വെച്ച് സാധനങ്ങൾ താഴെ വീഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ കമ്പ്യൂട്ടറിനകത്തുനിന്ന് റിമൂവ് ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ, ഒരു പ്ലേസിൽ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഹാർഡ് ഡിസ്ക് ഒക്കെ നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടറിനകത്തുനിന്ന് ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാർഡ് ഡിസ്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതിനകത്തുള്ള ഡാറ്റയൊക്കെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മെക്കാനിക്കൽ മൂവിങ് പാർട്ടൊക്കെ ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഹാർഡ് ഡിസ്ക് താഴെ വീണാൽ അതിനകത്തുള്ള ഡാറ്റ പോയി, അതിൻ്റെ വിൻഡ് പിന്നീട് ഓൺ ആവില്ല, ഡാമേജ് ആവും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സെൻസിറ്റീവ് കമ്പോണൻസ് ഒക്കെയുള്ള അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സർഫസിൽ നമ്മളത് സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് വരുന്നത്, ഇഫ് എ കമ്പോണൻറ്റ് ഡസ് നോട്ട് കം ഔട്ട് ഈസിലി ഡു നോട്ട് ഫോഴ്സ്ഫുള്ളി റിമൂവ് ഇറ്റ്. ഇൻസ്റ്റെഡ് ചെക്ക് ഫോർ എനി ലോക്ക് ഓർ ക്ലിപ്പ് ദാറ്റ് ഹോൾഡ് ദ കമ്പോണൻറ്റ്സ്. ചെക്ക് ദാറ്റ് യു ആർ റിമൂവിങ് ഇറ്റ് കറക്റ്റ്ലി and no wire or other parts are in the way. Okay, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണിത്. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും കമ്പോണൻസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എക്സാമ്പിളായിട്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ പവർ കേബിൾ, ഓക്കെ, ATX പവർ കേബിൾ ഉണ്ട്. ആ കേബിളിനകത്തൊരു ലോക്ക് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ ലോക്കിനെ പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ അത് വെറുതെ അതിൻ്റെ വയറോ അല്ലെങ്കിൽ വയറിൻ്റെ ആ ഹോൾഡർ പിടിച്ച് വലിക്കും. ചിലപ്പോൾ മദർ ബോർഡിനകത്തുനിന്ന് തന്നെ ആ ഷോൾഡറെല്ലാം ഇളകി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലോക്ക്, അതുപോലുള്ള എന്തെങ്കിലും ലോക്ക്, ചെറിയ ലോക്കൊക്കെ സൈഡിലുണ്ടാവും, ഏതെങ്കിലും ഈ ക്ലിപ്പിനൊക്കെ, പ്രത്യേകിച്ച് വയർ അറ്റാച്ച് ചെയ്യുന്ന ആ സോക്കറ്റ് ക്ലിപ്പ്, അതൊക്കെ കെയർഫുള്ളായിട്ട് എവിടെയാണ് ലോക്ക് വരുന്നത്, ആ ലോക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം അത് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചില ലോക്ക് ഉണ്ടാവും ജസ്റ്റ് ഒരു ക്ലിപ്പ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വലിക്കേണ്ടത്. ഓക്കെ, ചില ലോക്ക് ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ ചില ലോക്ക് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനുശേഷം വേണം നമുക്ക് മുകളിലോട്ടൊന്ന് പൊക്കിയാൽ മതി. അല്ലെങ്കിൽ ചിലത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് 2 സൈഡിൽ ക്ലിപ്പ് ഉണ്ടാവും, ആ ക്ലിപ്പ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം കേബിൾ റിമൂവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, അതുമാത്രമല്ല പിന്നെ നമ്മളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെത്തേഡിലാണോ റിമൂവ് ചെയ്യുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തണം. ചില ഗ്രാഫിക് കാർഡൊക്കെ നമ്മൾ AGP സ്ലോട്ടിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഒരു ലോക്ക് വന്നിട്ട് അതിന് ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രാഫിക് കാർഡ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആ ലോക്ക് അൺലോക്ക് ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ആ കാർഡ് മദർ ബോർഡിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വയർ അതുപോലെ തന്നെ എന്തെങ്കിലും വേറെ പാർട്സുകൾ നമുക്ക് ഈ ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണം. എക്സാമ്പിളായിട്ട് ചില കമ്പ്യൂട്ടറിനകത്ത് ഈ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിരിക്കും റാമിൻ്റെ സ്ലോട്ട് വരുന്നത്. അല്ലെങ്കിൽ റാം ഊരാതെ നമുക്ക് ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത കേസൊക്കെ വരും ചില കേസിൽ, ചില ക്യാബിനറ്റിനകത്ത്. ഓക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കമ്പോണൻസ് റിമൂവ് ചെയ്യാൻ, അല്ലാതെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. പിന്നെ വരുന്നത് ബി കെയർഫുൾ വെൻ ഹോൾഡിംഗ് ദ മദർബോർഡ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത് വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. പിന്നെ മദർബോർഡിൽ ഞാൻ പറഞ്ഞു സെൻസിറ്റീവായിട്ടുള്ള പാർട്ടുകളുണ്ട്. പ്രോസസ്സർ, CPU, റാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സ്റ്റാറ്റിക് വോൾട്ടേജ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വോൾട്ടേജ് അതുപോലെ സ്റ്റാറ്റിക് വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ മദർബോർഡ് ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ അതിനകത്ത് ഒരു ചെറിയൊരു ബാറ്ററി വരുന്നുണ്ട്, 3 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആയാലും ഇല്ലെങ്കിലും ആ 3 വോൾട്ട് മദർബോർഡിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ചില ഏരിയകളിൽ. അതായത് ബയോസ് IC ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥലത്തോട്ടൊക്കെ ഒരു 3 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം മദർബോർഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതൊരു കാര്യം. പിന്നെ വെൻ റിമൂവിങ് എനി കേബിൾസ്, വയർസ് ഓർ റിബൺസ്, മേക്ക് ഷുവർ ടു ഗ്രാസ്പ് ദ വയർ അറ്റ് ദ ബേസ് ഓർ ഹെഡ് ടു കീപ്പ് ഇറ്റ് ഫ്രം ബ്രേക്കിംഗ്. ഓക്കെ, ഒരു കേബിൾ റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കേബിളിൻ്റെ വയർ മാത്രം പിടിച്ച് വലിക്കാതെ അതിൻ്റെ ബേസ്, ഓക്കെ, വയർ എവിടെയാണോ നമ്മൾ അതൊരു ബേസ് ഉണ്ടാവും ഏതിനായാലും, അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു ഗ്രിപ്പോ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമ്മൾ പിടിച്ചിട്ട് വലിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് ലോക്കോ അങ്ങനത്തെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചതിന് ശേഷം മാത്രം വലിക്കുക. അല്ലാതെ വയർ മാത്രം പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ വയർ ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളുടെ മൊബൈലിനകത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചില ആൾക്കാർ വയർ മാത്രം പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ കണക്ടർ മൊബൈലിനകത്ത് കുടുങ്ങിപ്പോവുകയും വയർ പൊട്ടിപ്പോവുകയും അങ്ങനെയുള്ള കേസൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് കേസാണെങ്കിലും ഏതെങ്കിലും വയർ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ വയറിനകത്ത് ബോൾഡായിട്ടുള്ള നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം നമ്മൾ പിടിച്ച് വലിക്കാൻ. അല്ലാതെ ജസ്റ്റ് വയറിൻ്റെ ആ കേബിൾ മാത്രം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വയർ പൊട്ടിപ്പോവും. ഓക്കെ, ചില കേസിലൊക്കെ എന്താണ്, വീണ്ടും ആ വയർ നമുക്ക് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ടൈപ്പ് വയറുകളൊക്കെ ഉണ്ടാവും. ചില ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഡിസ്പ്ലേ കേബിളുണ്ട്, മോണിറ്ററിനകത്തോട്ട് പോകുന്ന കേബിളുണ്ട് ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണലായിട്ട്. അതിൻ്റെ കണക്റ്റേഴ്സൊക്കെ വളരെ ഡെലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലിപ്പൊക്കെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് കെയർഫുള്ളി റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ വയർ പൊട്ടും, പിന്നെ വയർ നമുക്ക് കിട്ടാനും പ്രയാസമായിരിക്കും. ഓക്കെ, അത് വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ബി കെയർഫുൾ നോട്ട് ടു ഡ്രോപ്പ് എനി സ്മോൾ പാർട്സ് ഇൻ ടു അൺറീച്ചബിൾ ഏരിയ സച്ച് ആസ് ഇൻ ടു കമ്പ്യൂട്ടർ ഫാൻ ഓർ ഡിസ്ക് ഡ്രൈവ്. ഓക്കെ, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ സ്ക്രൂ അതുപോലുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് വീണു പോകാതെ സൂക്ഷിക്കുക. ഓക്കെ, അത് വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. അപ്പോൾ കാരണം എന്താണ്, ഞാൻ പറഞ്ഞ മദർബോർഡിനകത്ത് ഒരു 3 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ 3 വോൾട്ട് വരുന്ന ഏരിയയിലാണ് ഈ സ്ക്രൂ വന്ന് ടച്ച് ആവുന്നതെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ചില വർക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ചില ഫാനിൻ്റെ അല്ലെങ്കിൽ ഉള്ളിൽ നമുക്ക് കൈയെത്താൻ പറ്റാത്ത ചില സ്ഥലത്തൊക്കെ ഈ സ്ക്രൂസൊക്കെ വീണു പോയാൽ നമുക്ക് വീണ്ടും എടുക്കാൻ പ്രയാസമായിരിക്കും, പ്രത്യേകിച്ച് ലാപ്ടോപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു സ്ക്രൂ മദർബോർഡിൻ്റെ അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ വീണ്ടു പോയാൽ നമ്മൾ വീണ്ടും ആ ഫുള്ള് സിസ്റ്റം അഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള കേസൊക്കെ വരും. പിന്നെ ഫാനിനകത്തൊക്കെ സ്ക്രൂ അറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാബിനറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഫാൻ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാന്നുള്ള അറിയാതെ ഒരാൾ ജസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല ഡാമേജുകളും വരാൻ സാധ്യതയുണ്ട്. അതായത് മദർബോർഡ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്, പിന്നെ ഏതെങ്കിലും വയറുകളൊക്കെ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്, കണക്ടർ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇളകി വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ
ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം കമ്പ്യൂട്ടർ റിമൂവ് ചെയ്യാം, അതായത് ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ കയ്യിൽ മോതിരം, ബ്രേസ്ലെറ്റ്, വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ കൈ കംപ്ലീറ്റ്ലി ഡ്രൈ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യുക ഏതെങ്കിലും മെറ്റൽ പാർട്ടിൽ ടച്ച് ചെയ്തുകൊണ്ട്. പിന്നെ സ്ക്രൂസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ടൂൾസൊക്കെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. പിന്നെ എല്ലാ സ്പെയർ പാർട്സുകളും വളരെ കെയർഫുള്ളി ഡീൽ ചെയ്യാം. ഓക്കെ, കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാം. പിന്നെ കമ്പോണൻസ് റിമൂവ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പോണൻറ്റ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റാണോ, എന്തെങ്കിലും ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ മദർ ബോർഡ് ടച്ച് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. പിന്നെ കേബിളുകളും അതുപോലെ തന്നെ വയറുകളൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിൽ മാത്രം പിടിച്ച് റിമൂവ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ കമ്പോണൻസ് അതല്ലെങ്കിൽ സ്ക്രൂ കാര്യങ്ങളൊന്നും നമുക്ക് അൺറീച്ചബിൾ ഏരിയ, അതായത് ഫാന് അതുപോലെ തന്നെ ഏരിയയിലോട്ടൊന്നും വീണു പോകാതെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നോട്ട്സ് ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ അടുത്ത വരുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.